നമസ്കാരം. ഞാനിന്ന് പറയാൻ പോണ വിഷയം, നമ്മൾ ഇപ്പം ലോകത്ത് എന്ത് കിടക്കുന്നു അതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. എവിടെയോ ഒരു ബംഗാൾ കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മളെ അത് ബാധിക്കുന്നില്ലേ? നമ്മൾ ചിന്തിക്കുക. ഇതൊക്കെ ബംഗാൾ കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ നമുക്കത് ഭയങ്കര മഴയായി വരുന്നു. ഇവിടെ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാക്കിയപ്പോൾ പെട്രോളിന് ക്ഷാമം, മറ്റേ ഈ എന്താ പറയുക LPG ഗ്യാസിന് ക്ഷാമം ഒക്കെ വരുന്നു. ഹോട്ടലുകൾ അടച്ചു പൂട്ടുന്നു. എന്താ ഇതിൻ്റെയൊക്കെ കാരണം? അപ്പോൾ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അത് നമ്മളെ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോകത്ത് എവിടെ എന്ത് സംഭവം ഉണ്ടായാലും നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ വിചാരിക്കും നമ്മളും നമ്മുടെ കുടുംബവും വീടും മാത്രം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, കോടികൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാമെന്ന് നമ്മൾ ധരിക്കുന്നു. തെറ്റായ ധാരണയാണിത്. കാരണം എവിടെയെങ്കിലും ഒരു സ്പാർക്ക്, ഒരു സ്പന്ദനമുണ്ടായാൽ അത് നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് കണ്ണൂർ ഒരു കൊലപാതകം നടത്തി, രാഷ്ട്രീയ കൊലപാതകം. അത് ഒരു ഹർത്താലായി മാറുന്നു. കേരളത്തിലെ മുഴുക്കൊരു ഹർത്താലായി മാറുന്നു. കുറേ പേരുടെ ജോലി ആ ദിവസം നഷ്ടപ്പെടുന്നു. കുറേ പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ചിന്തിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ കോവിഡ് വന്നു, ഒരു ചെറിയൊരു വൈറസ് കാരണം ലോകം മുഴുവൻ കീഴടക്കി. ലോകം മുഴുവൻ ആ വൈറസ് പിടിച്ചു നിർത്തി അല്ലേ? വൈറസ് കൊണ്ട് മറ്റേ യുദ്ധം ഉണ്ടായില്ല, അമ്പലങ്ങൾ പൂട്ടി, ദൈവം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, പള്ളികൾ ഉണ്ടായില്ല. ആ വൈറസ് കാണാൻ പറ്റാത്ത, കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത വൈറസിന് അത്രയും നിയന്ത്രിക്കാൻ പറ്റി ലോകം മുഴുക്കെ, കേരളം മാത്രമല്ല. അപ്പോൾ ഇവിടെ ഒരു യുദ്ധം, ആഭ്യന്തര യുദ്ധം. ഇറാന് ഒരു ഭീകര രാഷ്ട്രമാണ്, ശരി തന്നെയാണ്. പക്ഷേ ഇസ്രായേൽ പ്രകോപനം കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ അത് ചിന്തിച്ചില്ല. ഇസ്രായേൽ യുദ്ധം ചെയ്ത് ജീവിക്കുന്ന ഒരു രാജ്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. അവർക്ക് അവർക്ക് ഒരു ത്രെട്ടാണ് ഇറാൻ. ഒരു ഭീകരവാദികൾ ധാരാളമുള്ള ഹിസ്ബുള്ള, ISS, ഹമാസ്, ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ഇറാൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഇറാനെ യാതൊരു പ്രകോപനമില്ലാണ്ട് നോവിച്ചപ്പോൾ ഇപ്പം എന്ത് പറ്റി? അവരുടെ കയ്യിൽ ഇഷ്ടംമാതിരി ബാലിസ്റ്റിക് മിസൈലുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഇഷ്ടംമാതിരി ഉണ്ട്. അതിങ്ങനെ ഡ്രോണും ഉണ്ട്. ഇതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപിന് ഇസ്രായേലിലാണ് ഇത് താല്പര്യം ഉണ്ടായിരുന്നത്. ട്രംപിന് ഇപ്പോൾ അങ്ങോട്ടും ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായി ട്രംപിന്. ഇസ്രായേലിനെ വിഷമിപ്പിക്കാനും പറ്റില്ല, എന്നാൽ യുദ്ധം നിർത്താനും പറ്റില്ല. ആ ഘട്ടത്തിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നത്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പണ്ട് കോവിഡ് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ എമിറേറ്റ്സും ഖത്തർ എയർവേസും മറ്റേ ഇത്തിഹാദും ഒക്കെ ഏതാണ്ട് നിലച്ച മാതിരിയാണ്. ടൂറിസം മേഖല ആകെ നിലച്ച മാതിരിയാണ്. വൻ സാമ്പത്തിക ബാധ്യതയാണ് വരാൻ പോണത്, സാമ്പത്തിക പ്രതിസന്ധി. കാരണം ഗൾഫാണ് നമ്മുടെ കേന്ദ്ര ബിന്ദു. ഗൾഫിൽ നിന്നാണ് നമുക്ക് പ്രധാനമായിട്ട് എക്കണോമി വരുന്നത്. ഗൾഫിലാണ് ടൂറിസം കിട്ടുന്നത്. ഗൾഫിലാണ് ഇന്ധനം, എണ്ണ കിട്ടുന്നത്. ഈ ഹോർമൂസ് കടലെടുക്കിന് വേണ്ടിയിട്ടാണ്, അവിടെയാണ് ഇറാൻ്റെ മെയിൻ എണ്ണ സ്രോതസ്. അത് അവർക്ക് ആധിപത്യമാണ്, ഇറാനാണ് ആധിപത്യം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ മൂർഖനാണെന്ന് വിചാരിച്ചില്ല ഇവരാരും. ഇപ്പം ഞാൻ ഇറാൻ്റെ അകത്തുനിന്നല്ല സംസാരിക്കല്ല. ഇറാൻ ഭയങ്കര ഭീകരവാദ രാഷ്ട്രീയം തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. രാഷ്ട്രം തന്നെയാണ്. അവരെല്ലാവരെയും വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. ഹിസ്ബുള്ളയും ISSും എല്ലാം വളർത്തിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ത്രെട്ടാണെന്ന് കരുതിയിട്ട് ഇവർ പെട്ടെന്ന് ഒരു പ്രകോപനമില്ലാണ്ട് ആക്രമിച്ചപ്പോൾ എന്ത് പറ്റി? വേലി കിടക്കണ പാമ്പിനെ എടുത്തിട്ട് വീട്ടിൻ്റെ അകത്ത് ഇട്ട മാതിരി ആയിപ്പോയി. അപ്പം അതുണ്ടായത്. വേലി കിടക്കണ പാമ്പ് തന്നെ തഴഞ്ഞ് പൊക്കോളും. അതാണ് അവർ ചിന്തിക്കേണ്ടത്. അത് ചെയ്തില്ല. ആര്? ഇസ്രായേലിന് ആയുധമുണ്ട്, ശക്തിയുണ്ട്, യുദ്ധം ചെയ്തിട്ടുള്ള പാരമ്പര്യമുണ്ട്, എല്ലാ സാങ്കേതിക നോളജും ഉണ്ട്, ചാരസംഘടന ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അമേരിക്കയും ശക്തരായ രാജ്യമാണ്. പക്ഷേ ഈ സാമ്പത്തിക മാന്ദ്യത്തിന് എന്ത് ചെയ്യും? നാറ്റോ സഖ്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിച്ചു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇവരോടൊക്കെ സഹായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളില്ല എന്ന് പറഞ്ഞു യുദ്ധത്തിന്.
ഞങ്ങൾ ഹോർമോസ് കടലെടുക്കൽ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ഞങ്ങൾ വരാം. കാരണം അത് എണ്ണയുടെ പ്രശ്നമാണ്. എണ്ണ സാമ്പത്തിക മാന്ദ്യത്തിൽ ഇപ്പം തന്നെ സാമ്പത്തിക മാന്ദ്യം ആയിക്കഴിഞ്ഞു. ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ സ്വർണ്ണം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഡോളറിൻ്റെ ശക്തി കുറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെയും ബാധിക്കുന്നുണ്ട്. ആളുകൾക്ക് ജോലിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ വിചാരിക്കും ചെറുകിട ജോലിക്കാർ. ഇപ്പം ഞാനൊരു LICയുടെ പ്രവർത്തകനായതുകൊണ്ട് ഞാനൊരു പാർട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും ഈ മീൻ കച്ചവടം അതുപോലെയുള്ള കച്ചവടം ഈ മറ്റേ ബിസിനസ്സൊക്കെ ചെയ്യുന്നില്ലേ, കറികൾ ഉണ്ടാക്കുക, പച്ചക്കറി കൊടുക്കുക, അതൊക്കെ അവരുടെ ബിസിനസ് കിട്ടുമെന്ന് കരുതി ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാവരും കടയൊക്കെ അടിച്ച് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലിരിക്കണമെന്ന് പറയുന്നു. മിക്കവാറും എല്ലാ ഹോട്ടലുകളിൽ ചായ പോലും കിട്ടാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് ചായ കുടിക്കാൻ നോക്കിയിട്ട് ചായ കിട്ടിയില്ല. ഒക്കെ മെഷീൻ ചായ ഉള്ളൂ. വല്ലാത്തൊരു അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രാജ്യം വിചാരിച്ചപ്പോഴാണ് ഇതെല്ലാം നമുക്കെല്ലാം ബാധിക്കുന്നത്. അപ്പോൾ ഒരു യുദ്ധം ഒരു പോംവഴിയല്ല. ആക്രമികളെ നേരിടണം. ഇവരവിടെ അവസാനിപ്പിക്കണമായിരുന്നു. യുദ്ധം ഇനി എത്ര നാൾ നീളും എന്നും അറിയുന്നില്ല. ഇറാനെ പ്രകോപിച്ചപ്പോൾ ഇറാൻ വെറുതെ UAEയും ഖത്തറും സൗദിയും അടിച്ചുകൊണ്ടേയിരിക്കുക തന്നെ. ഇസ്രായേലിനെ അടിക്കുന്നുണ്ട് അവർക്ക് ആയുധങ്ങൾ വേറെ വഴിക്ക് കിട്ടുന്നുമുണ്ട്. ഇനി അതും പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ലോകത്തെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നൊരു വിഷയമാണ്. അപ്പം നമുക്കൊരു ചായ പോലും കുടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ. വൈകുന്നേരം ഇറങ്ങിയ ചായ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഗ്യാസില്ല, സിലിണ്ടർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഹോട്ടലുകൾ മിക്കവാറും എല്ലാ ഹോട്ടലുകൾക്കും രാത്രി നേരത്ത് പല കാര്യങ്ങളും ഇൻകൺവീനിയൻസ് ആണെന്നാണ് പറയണത് ഇപ്പോൾ. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കോവിഡിൻ്റെ അവസ്ഥ അത്രയായിട്ടില്ല, അത്രയ്ക്ക് ഭീകരതയില്ല, നമുക്ക് പുറത്തിറങ്ങി നടക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് പൂഴ്ത്തിവെപ്പൊന്നുമല്ല. ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നില്ല. മിക്കവാറും ഹോട്ടലുകളൊക്കെ ഏതാണ്ട് പൂട്ടിയിരിക്കുകയാണ്. ആളുകൾക്ക് വരുമാനമില്ല, ചെറുകിട ആൾക്കാർക്ക് വരുമാനമില്ല. അതല്ല, ഞാൻ LICയുടെ ചോദിച്ചപ്പോൾ അവർ പറയണു LIC തരുമായിരുന്നു മാർച്ച് മാസത്തിൽ, പക്ഷെ ഇപ്പം കിട്ടണില്ല. എല്ലാവരും ചെറിയ ജോലിക്കാർ, വലിയ പൈസക്കാരല്ല, ചെറിയ ജോലിക്കാർ വീട്ടിലിരിക്കുകയാണ്, കട പൂട്ടിയിട്ട്. കച്ചവടമില്ല, ബിസിനസ്സും ഇല്ല. ആ അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ വിഷയമല്ല, ഇറാൻ്റെ വിഷയമല്ല, ഇത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? ഇവരെ അടിക്കുമ്പോൾ ഇവർ നേരെ UAEയിൽ അടിക്കുന്നു. അവിടെ ഫ്ലൈറ്റ് ഇല്ല. നമ്മളിത് നിസ്സാരമാണെന്ന് വിചാരിക്കും, പക്ഷെ നിസ്സാരമല്ല സംഭവം, കുറച്ച് ഗുരുതരമാണ്. ആ ഗുരുതരമാവുന്ന അവസ്ഥ നമ്മളിപ്പോൾ മനസ്സിലായി. ഇത് ഒന്നിലോ അമേരിക്ക ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇസ്രായേൽ ബ്രേക്ക് ചെയ്യണം. ഇസ്രായേൽ ബ്രേക്ക് ചെയ്യാൻ അവർ തയ്യാറില്ല. ഇസ്രായേൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുദ്ധം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമേരിക്ക അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെയും പക്ഷത്ത് വെക്കണം. ഇപ്പോൾ അമേരിക്ക ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയൊക്കെ സഹായം ചോദിച്ചപ്പോൾ അവർ ഞങ്ങളില്ല, യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? യുദ്ധം കൊണ്ടൊന്നും നേടാനില്ല ആർക്കും. കുറേ ആയുധങ്ങൾ വിൽക്കാം, അത്രേ ഉള്ളൂ. കുറേ രാജ്യങ്ങളിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ അണുബോംബ് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഇവർക്ക് മാത്രമല്ല. ഉത്തര കൊറിയ ഇതിലും വലിയ ഭീകര രാജ്യമാണ്. അവർക്ക് അണുബോംബുണ്ട്. ചൈനയ്ക്കില്ലേ, റഷ്യക്കില്ലേ. പക്ഷേ ഇവർ ഭീകരവാദം വളർത്തുന്നുണ്ട്. ശരി, മതത്തിൻ്റെ പേരിൽ ഭീകരവാദം വളർത്തുന്നുണ്ട്. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമേ ഇവർക്ക് ഒരു വിഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ഇപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ല. അതിനുമുമ്പ് കയറി അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ അടിച്ചപ്പോൾ എന്ത് പറ്റി? ഇപ്പം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഇപ്പോൾ യുദ്ധം എന്ന് നിർത്തുന്നത്, ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം എത്ര കാലം പിടിച്ചു? ഇപ്പോഴും നിന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഇസ്രായേൽ യുദ്ധം എത്ര കാലം പിടിച്ചു? അതേപോലെ അത്രയും നിന്ന് കഴിഞ്ഞാൽ അത്രയും സാമ്പത്തിക മാന്ദ്യം എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ രാജ്യങ്ങളിലും ബാധിക്കുന്നു. എണ്ണയാണ് പ്രധാനം. എണ്ണയാണ് മെയിൻ സ്രോതസ്. എണ്ണ കിട്ടാണ്ടാവുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. പെട്രോളിന് വില കൂടുന്നു, ആളുകൾക്ക് പെട്രോൾ കിട്ടാണ്ടാവണം, ഗ്യാസ് സിലിണ്ടർ കിട്ടാണ്ടാവണം, രൂപയുടെ മൂല്യം ഇടിയുന്നു. ഇതൊക്കെ തന്നെ വിഷയം. ഇത് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മളെന്താ ചിന്തിക്കുന്നത്? നമ്മൾ ഈ സിംഗിളായിട്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുമ്പോഴാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ
അമ്മ ഭക്ഷണം കഴിക്കുകയാണ്. അമ്മ ഗർഭിണിയാണെങ്കിൽ അമ്മ കഴിക്കുന്ന ഉപ്പും പുളിയും ഒക്കെ കുട്ടിയും ബാധിക്കുന്നുണ്ട്. അമ്മ ഏത് ഭക്ഷണം കഴിക്കുന്നു, സാത്വിക ഭക്ഷണമാണോ, രജസിക് ഭക്ഷണമാണോ, താമസിക ഭക്ഷണമാണോ, ഇതനുസരിച്ചായിരിക്കും കുട്ടിയുടെ ഭാവി, കുട്ടിയുടെ ബുദ്ധി. അപ്പോൾ മറ്റ് പല ഫാക്ടേഴ്സും നമ്മളെ ബാധിക്കുന്നുണ്ട്, നമ്മളെ ബന്ധപ്പെടുത്തുന്നുണ്ട്, നമ്മളെ കണക്റ്റഡ് ആക്കുന്നുണ്ട് നമ്മുടെ ഭാവി ജീവിതത്തിൽ. അപ്പം